തെക്കൻ കേരളത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാന്, അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങൾ തെക്കൻ കേരളത്തിലുണ്ട്, സംശയമില്ല. അതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രത്യേകതയും. BJP പ്രതീക്ഷയർപ്പിക്കുന്ന കുറഞ്ഞത് 4ഓളം മണ്ഡലങ്ങളെങ്കിലും ഈ മേഖലയിലുണ്ട് എന്ന് വേണം കരുതാൻ. വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. വോട്ടെണ്ണം കൂട്ടുക മാത്രമല്ല ലക്ഷ്യമെന്നും വിജയമാണ് ലക്ഷ്യമെന്നും അവർ ആദ്യം മുതൽ പറയുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പമാണ് LDFന് തങ്ങളുടെ കോട്ടകൾ കാക്കുക. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലും മറ്റും അവർ അവരുടെ സിറ്റിംഗ് MLA-മാരുള്ള നിരവധി മണ്ഡലങ്ങളിൽ കോട്ടകൾ കാക്കുക എന്നുള്ളത് അഭിമാന പോരാട്ടമായി UDFും കരുതുന്ന മണ്ഡലങ്ങൾ. എത്രത്തോളം ആവേശമുണ്ട് ഈ അവസാന ദിവസം? വലിയ ആവേശത്തിലാണ് മൂന്ന് മുന്നണികളും. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരെ അധികാരത്തിലേക്ക് വളരെ സേഫായി തുടർച്ചയായി ഏറ്റിയതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് തെക്കൻ ജില്ലകളാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരവും കൊല്ലവുമൊക്കെയാണ്. ആ തിരുവനന്തപുരത്തും കൊല്ലത്തും ഇത്തവണ അട്ടിമറി നടക്കുമോ എന്നതാണ് ആകാംക്ഷയോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം ത്രികോണ പോരാട്ടങ്ങൾ നേരത്തെയും കേരളം കണ്ടിട്ടുണ്ടെങ്കിലും തലസ്ഥാനത്ത് ഇത്തവണ അതിന് കുറച്ചുകൂടി ഒരു മാറ്റ് കൂടുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് BJP നഗരസഭയുടെ ഭരണം പിടിച്ചതിന് പിന്നാലെ നഗരസഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 4 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, അതിൽ തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം കഴക്കൂട്ടവും നേമവുമാണ്. ഈ രണ്ടിടങ്ങളിൽ BJP വലിയ മുന്നേറ്റം നടത്തുന്നു എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. അതാണ് ഇരു മുന്നണികളെയും ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നും പറയാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കാരണം BJP പിടിക്കുന്ന വോട്ടുകൾ അത് വിള്ളൽ വീഴ്ത്താൻ പോകുന്നത് UDFന്റെ വോട്ട് ബാങ്കിലായിരിക്കുമോ LDFന്റെ വോട്ട് ബാങ്കിലായിരിക്കുമെന്ന് വലിയ ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് അവസാന ഘട്ടത്തിൽ അവിടെ പ്രചാരണം പുരോഗമിക്കുന്നത്, അല്ലെങ്കിൽ പ്രചാരണം പുരോഗമിക്കുമ്പോൾ ആർക്ക് അനുകൂലമായാണ് ആ ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെടുന്നത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം തെളിഞ്ഞിട്ടില്ല. തലസ്ഥാനത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ പല മണ്ഡലങ്ങളിലും അത് തന്നെയാണ് സ്ഥിതി. അതേ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലമാണ് കാട്ടാക്കട. ഇങ്ങനെ ഈ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ കൊല്ലത്തും ഇതേ സാഹചര്യമുണ്ട്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തിരുവല്ലയിൽ എത്തിയതോടെ അതുണ്ടാക്കിയിരിക്കുന്ന വലിയ ആവേശമുണ്ട്. അതൊക്കെ വലിയ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ അടക്കം വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിലാണ് NDA ക്യാമ്പ്. LDF ആകട്ടെ കാര്യമായി പരിക്കേൽക്കാതെ തെക്കൻ കേരളത്തിൽ നില ഭദ്രമാക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും അതിൽ വിജയം നേടുക എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത തരത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ. അതേസമയം കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോഴും 7 മുതൽ 8 സീറ്റുകൾ വരെ തങ്ങൾക്ക് ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ റോഡ് ഷോ രാവിലെ കോവളത്ത് M വിൻസെന്റിന് വേണ്ടി 8:30 നടക്കുകയാണ്. KC വേണുഗോപാൽ അതോടൊപ്പം ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ തലസ്ഥാനത്ത് തങ്ങുകയാണ്. അവർ രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്കറിയാം, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വാക്പോരുകൾ നേതാക്കൾ തമ്മിൽ, മുന്നണികളിലെ വിവിധ നേതാക്കൾ തമ്മിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാന ലാപ്പിൽ ആ വാക്പോര് ആർക്ക് മേൽക്കൈ നേടിക്കൊടുക്കും, ആരുടെ വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ആര് മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾക്കായിരിക്കും കഴിയുക എന്നതൊക്കെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കർശനമായ നിർദ്ദേശമാണ്. വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട ഈ ആഘോഷങ്ങളും പരിപാടികളൊക്കെ അനുവദിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയാൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിപാടികൾ രാവിലെ മുതൽ തന്നെ അനൗൺസ്മെന്റുകളായും അല്ലാതെയും വിവിധ മണ്ഡലങ്ങളിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 9:30-10 മണിയോടെ വീണ്ടും അത് തലസ്ഥാനത്തടക്കം ഒരു ആഘോഷ സാഹചര്യങ്ങളിലേക്ക് മാറുന്ന സ്ഥിതിയാണ് നിലവിൽ. തെക്കൻ ജില്ലകളിൽ കനത്ത പോരാട്ടം നടക്കുന്ന ഡസനോളം മണ്ഡലങ്ങളുണ്ട് എന്ന് വേണം കരുതാൻ. ത്രികോണ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള മണ്ഡലങ്ങൾ അവിടെയുണ്ട്. അവിടെയൊക്കെ എന്താവും റിസൾട്ട് എന്നുള്ളത് ഈ 140-ലേക്ക് 141-ലേക്ക് മുന്നണികളെ എത്തിക്കുന്നതിൽ പ്രധാനമാകും. കാരണം BJP അടക്കം പ്രതീക്ഷിക്കുന്നത് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് വന്നാൽ, ഇരുമുന്നണികൾക്കും ഏതാണ്ട് തുല്യ സീറ്റെണ്ണമൊക്കെ വന്നാൽ തങ്ങൾ വാങ്ങുന്ന സീറ്റുകൾ, തങ്ങൾക്ക് ലഭിക്കാൻ തങ്ങൾ കരുതുന്ന സീറ്റുകൾ നിർണായകമാകുമെന്നും അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിലേക്ക് എത്താമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.